ഇ.ഡി ആക്രമിച്ച കേസിൽ ജില്ലാ പ്ലീഡർ ടി ഗീനാകുമാരിയെ മാറ്റിയ ഒരു വിധി വന്നിട്ടുണ്ടായിരുന്നു. പുതിയ പ്രോസിക്യൂട്ടറായിട്ട് സന്തോഷ് കുമാർ വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഗീനാകുമാരി പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഉം. താൻ സത്യസന്ധമായിട്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, പോലീസ് പറഞ്ഞ അതേ കാര്യങ്ങളാണ് താൻ പറഞ്ഞിട്ടുള്ളത്, തൻ്റെ ഈ ഔദ്യോഗിക പദവിയൊന്നും താൻ ദുരുപയോഗം ചെയ്തിട്ടില്ല, ഇങ്ങനെ കുറേ പച്ചക്കള്ളങ്ങളാണ് അപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കം പറഞ്ഞാൽ ഹരിചന്ദ്രൻ മരിച്ചതിന് ശേഷം റീഇൻകാർണേറ്റ് ചെയ്തത് ജീനാകുമാരിയിൽ കൂടിയാണ്. ശരി, പോലീസൊന്നും പറഞ്ഞിട്ടില്ല, സമ്മതിച്ചു. അവരൊന്നും കണ്ടില്ലേ? എപ്പോഴും ഞാൻ പറയുന്ന പോലെ അവർ കണ്ണ് കാണാണ്ടിരിക്കുമായിരുന്നോ? ഈ 3 കുരങ്ങന്മാരുടെ രൂപം നമ്മളെപ്പോഴും കാണൂലേ? ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ലേ? അതുപോലെ ഇരിക്കാനാണോ ഗീനാകുമാരിക്ക് നമ്മൾ കൊടുക്കുന്ന ടാക്സിൽ നിന്ന് പൈസ കൊടുത്ത് ഗവൺമെൻറ് അവിടെ പിടിച്ചിരുത്തിയിരിക്കുന്നത്? മാഡം ഗീനാകുമാരി, നിങ്ങളൊരു SFIക്കാരായിരുന്നു എന്ന് ഇവിടെയുള്ള എല്ലാ മനുഷ്യർക്കും അറിയാം. നിങ്ങളുടെ ഏറ്റവും വലിയ കോണ്ടാക്റ്റ് കിടക്കുന്നത് CPMലാണെന്നും അറിയാം. CPM ആണ് നിങ്ങളെ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നുള്ള പദവിയിലേക്ക് വച്ചിരിക്കുന്നത് എന്നുള്ളതും നമുക്കറിയാം. അത് പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരോടൊപ്പം ചേർന്ന് നിൽക്കുന്നവർക്കാണ് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കൊടുക്കുക. പക്ഷേ RC രമേശ് ചെന്നിത്തല ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, വന്ന അന്ന് തന്നെ ലിസ്റ്റ് ഉണ്ടാക്കി ആരൊക്കെ പിണറായിയോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ചവരെ മാറ്റേണ്ടതായിരുന്നു. കാരണം അവർക്കെതിരെയാണ് കേസുകൾ. ഇപ്പം പിണറായി സഖാവ് സമയത്ത് കേസുകൾ എടുക്കാണ്ട് വച്ചിരിക്കുകയും ചെയ്ത് ജീവൻ രക്ഷാപ്രവർത്തനം മുതലായ കാര്യങ്ങളിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അതായത് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ കേസുകൾ എടുക്കുമ്പോൾ ഇതുപോലുള്ള പബ്ലിക് പ്രോസിക്യൂട്ടറുകൾ നമുക്കൊരു മാറാപ്പാവും. അവർ എന്തും ചെയ്യും അവരുടെ പാർട്ടി അനുഭാവികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അതാണല്ലോ ഗീനാകുമാരിയുടെ കാര്യത്തിൽ 9ാം പ്രതി ഹരീഷിനെതിരെ യാതൊരു തെളിവുകളുമില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പരോള് കൊടുക്കുന്നതിൽ, ജാമ്യം കൊടുക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അവർ പറയാൻ കാരണം നമ്മൾ കണ്ടതാണ്. ഇപ്പോഴും TV-യിൽ റൗണ്ട് സർക്കിളിൽ മാർക്ക് ചെയ്ത് വരുന്നുണ്ട് ഇദ്ദേഹം ആക്രമിക്കുന്നതിൻ്റെ രംഗങ്ങൾ. അത് കണ്ടില്ലേ? മാഡത്തിന് കണ്ണടയുണ്ടോ എന്തോ? കണ്ണട ഇല്ല എങ്കിൽ മാഡം എത്രയും വേഗം തന്നെ ഒരു കണ്ണട ഷോപ്പിൽ പോവുകയോ ഡോക്ടറടുത്ത് പോവുകയോ ചെയ്ത് കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഇനി വേണം ഈ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ കുപ്പായം എടുത്തിടാൻ നമ്മൾ വിനയപൂർവ്വം ആവശ്യപ്പെടുകയാണ്. വിനയപൂർവ്വമല്ല, സത്യസന്ധമായിട്ട് തന്നെ ആവശ്യപ്പെടുകയാണ്. നമ്മളെല്ലാം കാണുന്നുണ്ട്. TV-യിൽ ഈ ഹരീഷ് എന്ന് പറഞ്ഞ ആളെ റൗണ്ട് ചെയ്ത് കാണിക്കുന്ന എല്ലാവരും കാണുന്നുണ്ട്. ഈ മാഡം മാത്രം കണ്ടില്ലേ? പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറയുകയാണെങ്കിൽ കുറച്ചധികം കാര്യങ്ങൾ സ്വന്തം കുത്തിയിരുന്ന് കണ്ടുപിടിച്ച് പറയുകയും കൂടെ വേണം. ജനങ്ങളെയാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്ത്, സ്റ്റേറ്റിനെയാണ് നിങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അല്ലാണ്ട് മുൻ പാർട്ടിയുടെ നാവാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ ഇനി വരേണ്ടത് ഗീനാകുമാരി. അതുകൊണ്ട് തന്നെയാണ് ഗീനാകുമാരിയുടെ വീട്ടിലിരുന്നോളൂ എന്ന് പറഞ്ഞത്. ഇനി വീട്ടിലിരുന്ന് പാർട്ടിയുടെ കേസുകൾ മാത്രം നോക്കാമല്ലോ, പാർട്ടി വക്കീലായിട്ട് പ്രവർത്തിക്കാമല്ലോ. ഇന്ന് വരുന്നുണ്ടൊരു കേസ് ലെനിൻ രാജിൻ്റെ 12ാം പ്രതി. എന്തും പറഞ്ഞിട്ടാണ് ഇവർ ജാമ്യം കൊടുക്കാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ 25 പേർക്കും കൊടുക്കണ്ടേ ജാമ്യം? ഈ 2 പേർക്ക് മാത്രം എന്താ പ്രത്യേകത? അപ്പോൾ CPMന് ആവശ്യമുള്ളവർക്ക്, അതും നമ്മളൊന്ന് ചിന്തിക്കണം. CPMന് ആവശ്യമുള്ളവർക്ക് അത് ജാമ്യം കൊടുത്ത് വിടുന്നു. അല്ലെങ്കിൽ സ്വാധീനമുള്ള നേതാക്കന്മാർ, അല്ലെങ്കിൽ ചിലപ്പോൾ കാശ് നമുക്കത് പറയാൻ പറ്റില്ല. ഈ CPMകാർ അങ്ങനെയും പലതും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാശ് കിട്ടുന്നതനുസരിച്ച് എന്നാൽ അവനെ വീട്ടിലേക്ക് വിട്ടേക്കാം, അതാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ 25 പേർക്കും ജാമ്യം കൊടുക്കണം CPMകാരെ. അതിനുവേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർമാരെ കാണേണ്ട പോലെ കാണുകയും പോലീസുകാരോട് മിണ്ടാണ്ടിരിക്കാൻ പറയുകയും വേണം. പോലീസുകാരൊന്നും പറഞ്ഞില്ല എന്നാണല്ലോ ഗീനാകുമാരി പറയുന്നത്. അതുപോലെ 25 പേരുടെ കാര്യത്തിൽ ഒന്നും മിണ്ടാണ്ടിരിക്കാനായിട്ട് പോലീസുകാരോട് പറയണം. അല്ലാണ്ട് 1ഉം 2ഉം പേരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ നമ്മുടെ പുതിയ ഇതായിട്ട് വരുന്നത് സന്തോഷ് കുമാറിനെയാണ് പുതിയ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനോട് പോലീസ് എന്ത് പറയും നമുക്കിന്ന് വൈകുന്നേരം അറിയാമല്ലോ. അദ്ദേഹത്തിനോടും ഒന്നും പറയാതിരിക്കുമോ? അതോ അദ്ദേഹത്തിനോട് എന്താണ് പറയേണ്ടത്, എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, എന്താണ് FIR ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവരെ കൊണ്ട് തെളിവെടുപ്പ് നടത്തുമ്പോൾ കിട്ടിയിരിക്കുന്ന വിശദീകരണങ്ങൾ എന്തൊക്കെയാണ്, അവർ കൊടുത്ത മൊഴികൾ എന്തൊക്കെയാണ് എന്നൊക്കെ സന്തോഷ് കുമാറിനോട് പറയുമെന്ന് നമുക്കൊന്ന് നോക്കാമല്ലോ. ഗീനാകുമാരിയോടൊന്നും പറഞ്ഞില്ല, ശരി, പറയണ്ട. അവർ CPMകാർ അതിനവർ കേൾക്കാൻ താല്പര്യപ്പെട്ടില്ല. കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും വിശദീകരിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനോട്. പിണറായിയുടെ കണ്ട് വളർന്ന ആൾക്കാരല്ലേ, അപ്പോൾ ഉദ്യോഗസ്ഥൻ വന്ന് പറയും കടക്കൂ പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹം ഓക്കെ ഏറാൻ എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും. അല്ല, ഇതില് പ്രധാന ഒരു വിഷയം എന്ന് പറയുന്നത്, ഇതില് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആയുധം കണ്ടെത്തിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇയാളെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇയാൾ അതൊക്കെ നശിപ്പിക്കും. എടോ, ആയുധമല്ലല്ലോ, ഇഷ്ടികയല്ലേ, അത് തവിട് പൊടിയായി പോയില്ലേ? കൈയായിരുന്നില്ല ആയുധം. നമ്മൾ കണ്ടില്ലേ, കൈ മുഷ്ടി ചുരുട്ടി അതിൻ്റെ ഉള്ളിൽ കൂടെ ആ ഡ്രൈവർ ഇടിക്കാൻ നോക്കുന്നു, പുറകിലെ ചില്ല് പൊട്ടി കിടക്കുന്നുണ്ട്. കമ്പൊക്കെ കൊണ്ട്
കമ്മോൺ, ഒരു കത്തിയോ തോക്കോ ഒക്കെ പോലെയാണ് ഈ ആയുധം എന്ന് പറഞ്ഞത്. അവിടെ കിടപ്പുണ്ടാവും ഈ വടി എന്ന് പറഞ്ഞ സാധനം, അവിടെ കിടപ്പുണ്ടാവും. അല്ലെങ്കിൽ ഒരു വടി എടുത്ത് വയ്ക്കണം, അത്രേ ഉള്ളൂ. ഇഷ്ടിക എത്ര അവിടെ കിടപ്പുണ്ടാവും. ഇഷ്ടികയുടെ സൈഡും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് അപ്പോഴേ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. എറിയല്ലേ ഇഷ്ടിക വെച്ച്. ഇഷ്ടിക എന്ന് പറഞ്ഞാൽ ലോഹമല്ലല്ലോ, അത് പൊട്ടിപ്പോവില്ല. നമ്മൾ കൈ കൊണ്ട് ഇടിച്ചാൽ പോലും അത് പൊട്ടിപ്പോവും. നമ്മുടെ ഈ കരാട്ടെ കുട്ടന്മാരൊക്കെ ഇഷ്ടികയല്ലേ കൂട്ടി കൂട്ടി വെച്ചിട്ട് അടിച്ച് പൊട്ടിക്കണത്. ഇതൊക്കെ എന്തെന്നാ പറയണേ ആതിര? ഇവർ പറയണേൽ നമുക്ക് ചിരിക്കാനായിട്ട് വകുപ്പുകൾ ധാരാളമുണ്ട്. ആയുധം കണ്ടെടുത്തില്ല എന്ന്. ആയുധം എന്ന് പറഞ്ഞാൽ മുഷ്ടിയായിരുന്നു. മുഷ്ടി അവരുടെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. വീഡിയോ കണ്ടാൽ ഒരു മുഷ്ടി ചുറ്റിയിൽ ഇരിക്കാനായിട്ട് വന്നേക്കണേ കൈ കൊണ്ട് ഇടിക്കുന്നുണ്ട്, ഗ്ലാസ്സിൽ ഇടിക്കുന്നുണ്ട്. അതൊരു ആയുധമല്ലേ? അത് ഇനി കത്തി തന്നെ കാണണോ? ആ പഴയൊരു എസ് കത്തിയൊക്കെ ഉണ്ടല്ലോ അല്ലേ, അതുപോലത്തെ കത്തികൾ കാണണോ? ഈ ഹരീഷ് എന്ന് പറയുമ്പോൾ എച്ച് എന്ന് എഴുതിയ കത്തി കാണണോ? അല്ലെങ്കിൽ ഇന്നത്തെ ലെൻരാജന് എൽ എന്ന് എഴുതിയ കത്തി കാണണോ? ഓരോരുത്തരുടെ ഇനീഷ്യലുള്ള കത്തികൾ. എന്താ ഉദ്ദേശിക്കണേ ഇവർ പോലീസുകാർ, അല്ലെങ്കിൽ ഈ ജീനാകുമാരി എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊന്നുമല്ല, ജനം മുഴുവൻ കണ്ടതാ. ലോകത്തെമ്പാടുമുള്ള മലയാളികളും അല്ലാത്തവരും കണ്ട വീഡിയോ ആണ്. ഇത്രമാത്രം അക്രമാസക്തമായ ഒരു CPM കമ്മ്യൂണിസ്റ്റ് ഭരണം ഇപ്പോൾ റഷ്യയെ പോലും കാണൂല, ചൈനയെ പോലും കാണില്ല. ആക്രാന്തം പിടിച്ചിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. എങ്ങനെയെങ്കിലും ഈവൻ പോലീസിൻ്റെ ഏറ്റുമുട്ടലാണെങ്കിൽ പോലും TV-യിൽ ഒരു തല കാണാൻ വേണ്ടിയിട്ട് ആക്രാന്തം പിടിച്ചിരിക്കുന്നവരായിട്ടാണ് എനിക്കും പലപ്പോഴും തോന്നുന്നത്. ഇവരിരിക്കാൻ പോകുമ്പോഴും അവരുടെ കണ്ണ് എവിടെയാണ് ക്യാമറ എന്നുള്ള സ്ഥലത്താണ്. അല്ല, തീർച്ചയായും ഇതിൽ ഇവർക്ക് പറ്റിപ്പോയ ഏറ്റവും വലിയ ഒരു തിരിച്ചടി എന്ന് പറയുന്നത്, വാദി എന്ന് പറയുന്നത് ED ആയിപ്പോയി. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞല്ലോ, ED പറഞ്ഞു ഞങ്ങൾ ആ ജാമ്യം റദ്ദ് ചെയ്യും, അവർക്ക് അതിനുള്ള അധികാരമല്ല. മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവർക്ക് സ്വാധീനിക്കായിരുന്നു. പക്ഷെ ഇവർക്ക് ആ ഒരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട്. അതിനാ 10ാം ക്ലാസ് വരെ ഹിന്ദി പഠിച്ചിട്ടില്ലേ? ഞാനും പഠിച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ थोड़ा थोड़ा आता है, बात करने का मौका मिला तो मुझे भी थोड़ा थोड़ा हिंदी में बात कर सकती हूँ. അത്രയും പറയാനായിട്ട് ഇവരൊക്കെ എത്ര പേർക്ക് പറ്റും? പലരും തന്നെ, നമ്മളുടെ കുട്ടികൾ പലരും തന്നെ എങ്ങനെയാണ് അപ്പൂപ്പൻ പാസ്സാക്കി വിട്ടേക്കുന്നതെന്ന് ഇപ്പോൾ അതിൻ്റെ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹിന്ദിക്കാരാണ് അവിടെ ED-യിലെ മേലുദ്യോഗസ്ഥരായിരിക്കണേ. വന്നില്ലേ അവിടെ നിന്ന് ED-യുടെ ഏറ്റവും ഡയറക്ടർ വന്നിട്ടാണ് ഇവിടെ നിന്ന് കാര്യങ്ങൾ നടത്തിയത്. ഒരു ഭാഷയെ പോലും പറയാൻ പറ്റൂല. എന്ത് ഭാഷയെ പറയും? ആംഗ്യഭാഷയിലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് ED എന്ന് പറയുകയാണെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എല്ലാ സ്ഥലത്തുമുള്ള കാര്യങ്ങൾ നോക്കുന്ന, അവരെ സംബന്ധിച്ചോളം കേരളം എന്ന് പറഞ്ഞാൽ ഈ തെക്കേറ്റത്ത് കിടക്കുന്ന ഒരു പാവയ്ക്ക പോലത്തെ ഒരു ചെറിയ ഭൂപ്രദേശം ബാക്കി സ്ഥലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. ഇവിടെ ഈ കിടന്ന ആക്രാന്തം കാണിച്ചുകൊണ്ട് EDക്ക് യാതൊരു പ്രശ്നമില്ല. ED അതൊരു വിധത്തിലും എഫക്റ്റ് ചെയ്യാനും പോകുന്നില്ല. നിങ്ങളുടെ തന്നെ ജീവിതമാണ് ഇവിടെ കിടന്ന് ഈ നാടകം മുഴുവൻ കളിച്ച് തൊലയാൻ പോകുന്നത്. കാരണം ഇവിടെ നമ്മൾ കയറ്റി കൊണ്ടുപോയാൽ എവിടെയാണെന്നാൽ തീഹാറിലോ ഡൽഹിയിലോ എവിടെയെങ്കിലും കിടക്കും. EDക്ക് എല്ലാ സ്ഥലത്തും കൊണ്ടുവയ്ക്കാനുള്ള അധികാരം ഉണ്ടെന്നേ. അതുകൊണ്ട് നമ്മളൊക്കെ രാത്രി കഞ്ഞി കുടിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ ഗോതമ്പ് ഭക്ഷണം കഴിക്കണ്ട എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട DYFI SFI പ്രവർത്തകരെ, നിങ്ങൾ ഈ പിണറായി സഖാവിന് വേണ്ടിയിട്ട് വെറുതെ ആക്രമാസക്തരാകണ്ട. അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല, ശരിയല്ലേ? ഇനൊന്നും അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ. ആവശ്യത്തിലധികം സമ്പാദിച്ചു, ആവശ്യത്തിലധികം മകനെയും മകളെയും സുരക്ഷിതരാക്കി, ബാക്കി ഒരു പ്രവർത്തകരും ചെയ്യാത്തതുപോലെ. അതുകൊണ്ട് അവരവരുടെ പാട്ടിന് വിടൂ. ഒരു അച്ഛൻ മകൾക്ക് കൊടുത്ത സമ്മാനത്തിന് ഇപ്പോൾ ED-യിൽ അന്വേഷണം വന്നിട്ട് ED നോക്കിക്കോളുന്നേ. പിണറായി സഖാവിനെ അല്ലല്ലോ, വീണയല്ലേ അവർ ചോദ്യം ചെയ്യാനായിട്ട് വിളിക്കുന്നത്. അതിന് നിങ്ങളെന്തിനാണ് ആക്രമാസക്തരാകുന്നത്? ഈവൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ പോലും പിണറായി പറയുന്നുണ്ട്, എന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയില്ല, എന്നെ കണ്ടിട്ടുമില്ല എന്ന്. അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിനോട് കടക്കു പുറത്തെന്ന് പറഞ്ഞിട്ട് മോളോട് മാത്രം ഇരിക്കാൻ പറ്റുമോ? മോളാണെങ്കിൽ അപ്പൻ്റെ ചിറകിൻ്റെ അടിയിൽ ഒളിച്ചാണിരിക്കുന്നത്. അവരിയ്ക്കുന്നത് എപ്പോഴും റിയാസിൻ്റെ വീട്ടിലൊന്നും അല്ല അവരിയ്ക്കുക. അല്ലെങ്കിൽ റിയാസും വീണയും കൂടെ മാറി താമസിക്കുന്നില്ല, അച്ഛൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. ആ സാഹചര്യത്തിൽ വീണയെ ചോദ്യം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീണയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് സെർച്ച് ചെയ്യാനായിട്ട് എവിടെ പോകും? പിണറായി പറഞ്ഞിട്ട് പോലും ഇവരെന്തിനാണ് ആക്രമാസക്തരായത്? ഇവരുടെ ഫോണുകളൊന്നും ചെക്ക് ചെയ്ത് വന്നിട്ടില്ല. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞ് ഇൻസ്ട്രക്ഷൻസ് പോയിട്ടുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്ത് കഴിയണ്ടേ? അവരെ പുറത്തേക്ക് ഇറക്കി വിടാൻ പറ്റുമോ? അപ്പം അതുകൊണ്ട് ഇന്ന് വരുന്ന 12ാം നമ്പർ പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ കൃത്യമായൊരു നടപടി പുതിയ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് ചാർജ് എടുത്തിരിക്കുന്ന ശ്രീ സന്തോഷ് ചെയ്യുന്നതിന് നമുക്ക് വിചാരിക്കാം. ഇതൊരു മുൻകരുതലായിട്ട് കാണണം, ഒരു മുന്നറിയിപ്പായിട്ട് കാണണം. ഇനി ഇങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും ഈ കൊച്ചു കേരളത്തിൽ വേണ്ട. നിങ്ങളുടെ ഭരണം അവസാനിച്ചു,
ജനങ്ങൾ നിങ്ങളെ വലങ്കാലം കൊണ്ടും ഇടങ്കാലം കൊണ്ടും ചവിട്ടി അറബിക്കടലിലേക്ക് എറിഞ്ഞു. അത് മനസ്സിലാക്കാനുള്ള ബോധം കാണിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ട DYFI കുട്ടികളെ, SFI കുട്ടികളെ, നിങ്ങളുടെ അച്ഛനും അമ്മയ്ക്കും നിങ്ങളെ ഓർത്ത് കരയാണ്ട് ജീവിക്കാൻ പറ്റും. അല്ല, അത് മാത്രമല്ല, ഇത്തരം അഭ്യാസം കാണിച്ചു കഴിഞ്ഞാൽ പഴയതുപോലെ രക്ഷിക്കാൻ അവിടെ ആരും അതെ, ഇല്ല. പ്രൊട്ടക്റ്റ് ചെയ്യാൻ ആരുമില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. അവരൊക്കെ ഇവരുടെ കാര്യം നോക്കി പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത്. പിണറായി ആണെങ്കിലും ഗോവിന്ദൻ മാസ്റ്റർ ആണെങ്കിലും ബേബി ആണെങ്കിലും എല്ലാവരും. നിങ്ങളെ സംരക്ഷിക്കാൻ ആരുമില്ല എന്ന് മനസ്സിലാക്കൂ. നിങ്ങളുടെ യുവത്വം വെറുതെ കളയല്ലേ. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. ജോലി ചെയ്യൂ, കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിക്കൂ. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നതാണ് ഞങ്ങളുടെ വിജയം. ഒപ്പം നിങ്ങൾ കൂടെ ഉണ്ടാവണം, ഒപ്പം സഞ്ചരിക്കണം. ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ഇന്ന് തന്നെ.